ഇന്ന് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്നാക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി 3 മുട്ട പുഴുങ്ങിയെടുത്തത് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുത്തത് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയൊരു കഷ്ണം സവോള കട്ട് ചെയ്തെടുത്തത്, ഒരു പച്ചമുളക് കട്ട് ചെയ്തെടുത്തത്, കൂടെ കുറച്ച് കറിവേപ്പിലയും മല്ലിയില കട്ട് ചെയ്തെടുത്തതും, കൂടെ 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതുപോലെ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി 4 ബ്രെഡിൻ്റെ മുകളിലും നമുക്ക് ഇതുപോലെ ടൊമാറ്റോ സോസ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒറിഗാനോ ഇതുപോലെ അങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഈ 4 ബ്രെഡിൻ്റെ മുകളിലും ഇതുപോലെ അങ്ങ് സ്പ്രെഡാക്കി കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ച പൊട്ടറ്റോൻ്റെ മസാല ഈ 4 ബ്രെഡിൻ്റെ മുകളിലും ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച മുട്ട ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ കുറച്ച് ഒറിഗാനോയും കൂടെ ഇതുപോലെ അങ്ങ് വിതറി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഒരു പാൻ ചൂടായതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ച ബ്രെഡ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചീസെല്ലാം നന്നായിട്ട് മെൽറ്റായതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല. താങ്ക് യു ഫോർ വാച്ചിങ്.